പശ്ചിമേഷ്യൻ രാഷ്ട്രീയം വീണ്ടും ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ സമ്മർദ്ദങ്ങൾക്കും സമാധാന ആഹ്വാനങ്ങൾക്കും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള സൈനിക നടപടികൾ ശക്തമായി തുടരുമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം മേഖലയെ ഒരു വലിയ യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. വടക്കൻ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കാതെയും ഹിസ്ബുള്ളയുടെ ഭീഷണി പൂർണ്ണമായി ഇല്ലാതാക്കാതെയും പിൻവാങ്ങില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇസ്രയേൽ ഭരണകൂടം. വർഷങ്ങളായി നിലനിൽക്കുന്ന ഇസ്രയേൽ ലെബനൻ അതിർത്തി സംഘർഷം സമീപകാലത്താണ് ഇത്രയധികം വഷളായത്. ഗാസയിലെ ഹമാസ് വിരുദ്ധ പോരാട്ടത്തിന് പിന്നാലെ വടക്കൻ അതിർത്തിയിൽ നിന്നും ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളാണ് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചത്. തങ്ങളുടെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വന്നത് ഇസ്രയേൽ സർക്കാരിനുമേൽ കടുത്ത ആഭ്യന്തര സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ലെബനനിലേക്ക് സൈനിക നടപടി വ്യാപിപ്പിക്കാൻ നെതന്യാഹു തീരുമാനിച്ചത്. തുടക്കത്തിൽ വ്യോമാക്രമണങ്ങളിൽ ഒതുങ്ങി നിന്ന ഇസ്രയേൽ നീക്കങ്ങൾ പിന്നീട് കരയുദ്ധത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകളും ആയുധപ്പുരകളും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തങ്ങൾ ലെബനനിലേക്ക് സൈന്യത്തെ അയച്ചതെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ സൈനിക നീക്കം ലെബനനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം നരക തുല്യമാക്കി മാറ്റിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധവിരുദ്ധ വികാരം ശക്തമായിട്ടും നെതന്യാഹു തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നത് തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് ദോഷം ചെയ്യുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. ഇസ്രയേലിനുള്ളിലെ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെയാണ് നെതന്യാഹു ഭരണം നിലനിർത്തുന്നത്. യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ ഈ സഖ്യം തകരുമെന്ന ഭയം അദ്ദേഹത്തിനുണ്ട്. അതേസമയം ഹിസ്ബുള്ളയും തങ്ങളുടെ പോരാട്ട വീര്യം കൈവിട്ടിട്ടില്ല. തങ്ങളുടെ തലവനായ ഹസൻ നസ്രള്ള ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ ഇസ്രയേൽ വധിച്ചിട്ടും സംഘടന ശക്തമായി പ്രതിരോധം തീർക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ ഉള്ളിലേക്ക് നിരന്തരം മിസൈലുകളും ഡ്രോണുകളും അയച്ചുകൊണ്ട് തങ്ങൾ തകർന്നിട്ടില്ലെന്ന് തെളിയിക്കാനാണ് ഹിസ്ബുള്ളയുടെ ശ്രമം. ഇത് ഇരുവിഭാഗവും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ വന്യമാക്കുകയാണ്. ലബനനിലെ യുദ്ധം തുടരുന്നതിലൂടെ മിഡിൽ ഈസ്റ്റിലെ മറ്റ് ശക്തികളായ ഇറാൻ പോലുള്ള രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹിസ്ബുള്ളയ്ക്ക് ആയുധവും സാമ്പത്തിക സഹായവും നൽകുന്നത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ലബനനിലെ ഇസ്രയേലിന്റെ ഏത് നീക്കവും ഇറാന്റെ പരമാധികാരത്തിനു മേലുള്ള വെല്ലുവിളിയായാണ് അവർ കാണുന്നത്. ഇതൊരു പ്രാദേശിക യുദ്ധത്തിൽ നിന്ന് മാറി ആഗോളതലത്തിൽ സ്വാധീനമുണ്ടാക്കുന്ന വലിയൊരു യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കാം. യുദ്ധം തുടരാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനം ഇസ്രയേലിനുള്ളിലും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട്. യുദ്ധത്തിൽ മരിക്കുന്ന സൈനികരുടെ എണ്ണം വർദ്ധിക്കുന്നതും സാമ്പത്തിക മേഖല നേരിടുന്ന തകർച്ചയും ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നു. ഒപ്പം ഒക്ടോബർ 7 ആക്രമണത്തിൽ ഹമാസ് തടവിലാക്കിയ ഇസ്രയേലി പൗരന്മാരുടെ മോചനം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ജനങ്ങൾ തെരുവിലിറങ്ങി നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം യുദ്ധമുഖത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ ഇസ്രയേലിന് നൽകുന്ന അന്ധമായ പിന്തുണയാണ് നെതന്യാഹുവിനെ ഇത്ര കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത്. യുദ്ധം നിർത്താൻ അമേരിക്ക ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇസ്രയേലിനുള്ള ആയുധ വിതരണം അവർ തടഞ്ഞിട്ടില്ല. ഈ ഇരട്ടത്താപ്പ് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ശ്രമങ്ങളെ പോലും വകവെക്കാതെയാണ് ഇസ്രയേൽ മുന്നോട്ടു പോകുന്നത്. ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ ലെബനനിലെ നിഷ്കളങ്കരായ ജനങ്ങളാണ്. ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ഇസ്രയേൽ നടത്തുന്ന ബോംബാക്രമണങ്ങളിൽ വൻ ജനനാശമാണ് ഉണ്ടാകുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വന്തം വീടും സമ്പാദ്യവും ഉപേക്ഷിച്ച് അഭയാർത്ഥികളായി മാറിക്കഴിഞ്ഞത്. ലെബനന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥ ഈ യുദ്ധത്തോടെ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ആശുപത്രികളും വിദ്യാലയങ്ങളും തകർക്കപ്പെടുന്നത് മാനുഷിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. നെതന്യാഹുവിന്റെ യുദ്ധം തുടരാനുള്ള വാശി പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകളെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ ലക്ഷ്യം കാണുന്നത് വരെ ഒത്തുതീർപ്പുകൾക്കില്ലെന്ന ശാഠ്യം ഒടുവിൽ എത്തിക്കുക വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും. സൈനിക വിജയം നേടാൻ കഴിഞ്ഞാലും അതുണ്ടാക്കുന്ന മാനുഷികമായ മുറിവുകളും രാഷ്ട്രീയമായ അസ്ഥിരതയും ദശാബ്ദങ്ങളോളം മേഖലയെ വേട്ടയാടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. യുദ്ധമല്ല, മറിച്ച് ചർച്ചകളിലൂടെയുള്ള പരിഹാരമാണ് അടിയന്തരമായി ഉണ്ടാകേണ്ടത്.